Hi friends, I am Sachi Devi, Lavender CHERTHALA. അപ്പോൾ നമ്മുടെ ഈവനിംഗ് കളക്ഷൻസിൽ നമ്മൾ മ്യൂറൽ പ്രിന്റ് വരുന്ന സൈഡ് സ്ലിറ്റ് ടോപ്പ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള മൂന്നോളം വെറൈറ്റി മ്യൂറൽ പ്രിന്റുകളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഒരു കൃഷ്ണന്റെ ആണ്, മൂന്ന് പാറ്റേണും കൃഷ്ണന്റെ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ, ധാവണി സെറ്റ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം. ഇതെല്ലാം ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൈറ്റിൽ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെ പോരുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ശംഖും കൃഷ്ണനും കൂടെ ഉള്ളൊരു പാറ്റേൺ ആണ്, മ്യൂറലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നെക്ക് വരുന്നത് യൂനെക്കാണ്, ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. അതിൽ ഗോൾഡൻ ബോർഡർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് സൈഡ് സ്ലിറ്റ് ആണ് ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ലെങ്ത് ആണ് വരുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 13 ആണ്. സ്ലീവിലും ബോഡി പോർഷനിലും ലൈനിങ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഗോൾഡൻ ബോർഡർ, നല്ല രീതിയിലാണ് ഗോൾഡൻ ബോർഡർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 629 ആണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ക്രീം ഷെയ്ഡിൽ ടിഷ്യൂ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. യോക്കിൽ ഇതേപോലെ കൃഷ്ണനും ശംഖും ഇതേപോലെയാണ് കേട്ടോ. ഇതേപോലെ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. മ്യൂറൽ പ്രിൻ്റ് ആണ് വരുന്നത്. നെക്ക് വരുന്നത് യൂനെക്കാണ്. ഇതേപോലെ വരും, നല്ല രസമാണ് കാണാനായിട്ട്. വെയർ ചെയ്യാനും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടവും ഷോള് വെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇഷ്ടമുള്ള ബോട്ടവും ഷോളും വെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു കളറും ബോട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ബ്ലാക്ക് ലെഗിൻസ് ഇട്ടാൽ മതി. അതായത് ബ്ലാക്ക് ബോട്ടം ഏതാണോ ഉള്ളത് അത് ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ എല്ലാ ബോട്ടംസും ഷോളും പെയർ ആവുന്നതാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണിത്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ലൈനിങ് വരുന്നുണ്ട്. സ്ലീവിലും ബോഡി പോർഷനിലും ലൈനിങ് വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ചില മോഡലിന് മാത്രം ഈ ഒരു ഇതിലിപ്പോൾ താഴെയാണ്, ടോപ്പിൻ്റെ താഴെയാണ് ഗോൾഡൻ ബോർഡർ വരുന്നത്. ചില മോഡലിന് മാത്രം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുണ്ട്. ചില മോഡലിൽ മാത്രം ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടത് നോർമലി ഇതേപോലെ താഴെ മാത്രം ബോർഡർ വരും. ചിലതിൽ മാത്രം ഇതേപോലെ 3 ലൈൻസ് വന്നിട്ട് ലാസ്റ്റ് ഒരു വീതിയുള്ള ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്ലീവ് 3/4 സ്ലീവ് വരും. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 13 ആണ് കേട്ടോ. ഇതിലും തന്നെ 2 ലൈൻ വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ. നോർമലി ഇതേപോലെ ഒരു ബോർഡർ വരുന്നതുകൊണ്ട് ഇതേപോലെ 2 ബോർഡർ വരുന്നുണ്ട്. 13 ആണ് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത്. ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും ബോഡി പോർഷനിലും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ആ ഒരു മെറ്റീരിയൽ എന്നുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. പ്രൈസ് വരുന്നത് 629 ആണ്. നെക്സ്റ്റ് വരുന്നത് വേറൊരു പാറ്റേണിലുള്ള മ്യൂറലാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. നെക്സ്റ്റ് വരുന്ന ഒരു കൃഷ്ണൻ രാധ കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. യോക്കിലായിട്ട് കൃഷ്ണൻ രാധ മയിൽപ്പീലി ആ ഒരു കോൺസെപ്റ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള കൃഷ്ണൻ രാധയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു ബ്ലാക്ക് കോപ്പർ ആ ഒരു കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻറ്റി ഗോൾഡ് വരുന്നൊരു മ്യൂറൽ പ്രിൻ്റാണ്. 2 പാറ്റേണും കണ്ടത്. അപ്പോൾ ഇത് കളർഫുൾ ആയിട്ടുള്ള കൃഷ്ണൻ രാധയാണ്. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള മ്യൂറൽ വർക്കാണ് യോക്കിൽ വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതേപോലെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം മയിൽപ്പീലിയും ഉണ്ട്. അപ്പോൾ മൾട്ടി കളർ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടം ഷോളൊക്കെ വെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ലൈനിങ് വരുന്നുണ്ട്. സ്ലീവിലും ബോഡി പോർഷനിലും ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 629 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. താങ്ക് യു. യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീംസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും.
നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, പേടിഎം, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി